ഈ അനുഗ്രഹീത സന്ധ്യയിൽ നിങ്ങളോട് ഒരുമിച്ച് വചനത്തിൻ്റെ സന്തോഷവും അതിൻ്റെ സ്വസ്ഥതയും അനുഭവിക്കുന്നതിന് തമ്പുരാൻ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആവർത്തന പുസ്തകം മോവാബ് സമതലത്തിൽ വെച്ച് മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്ന 3 പ്രസംഗങ്ങളാണ്. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ മോശ തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഒരുപക്ഷെങ്കിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓർമ്മ എന്ന വാക്കാണ്. നിങ്ങൾ ഓർക്കണം, ഓർക്കണം, ഓർക്കണം. ഇത് ആവർത്തിച്ചാവർത്തിച്ച് മോശ തന്റെ ജനത്തോട് പറയുകയാണ്. മോശ തന്റെ ജനത്തോട് പറയുന്നത് മോശയ്ക്ക് പറയാനുള്ള കാര്യങ്ങളല്ല. എന്താണോ തന്റെ ജനം ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ കാര്യം തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് മോശ. ഓർമ്മ എന്നത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. നമുക്കൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, മറക്കേണ്ടതെല്ലാമാണ് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്നത്. ഓർക്കേണ്ടതെല്ലാം മറക്കുകയും മറക്കേണ്ടതെല്ലാം ഓർക്കുകയും ചെയ്യും. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം ഓർക്കേണ്ടത് ഓർക്കുകയും മറക്കേണ്ടത് മറക്കുകയും ചെയ്യും. ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ എന്താന്ന് അറിഞ്ഞുകൂടാ, പഴയതുപോലെ ഓർമ്മയില്ല. ഇപ്പം ഞാൻ പറയും, എങ്കിൽ എനിക്കൊരു 10,000 രൂപ കടം താ, നമുക്കറിയാമല്ലോ ഓർമ്മയുണ്ടോ. ചുമ്മാ പറയുന്ന ഓർമ്മയില്ല. വേണ്ടാത്തത് മുഴുവൻ ഓർത്തു വെച്ചിട്ടുണ്ട്, വേണ്ടതൊന്നും. അതുകൊണ്ട് ഈ ഓർമ്മയില്ലെന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഓർമ്മയുള്ളത് മുഴുവൻ മറക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പുതിയ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവം പാലും തേനും ഒഴുകുന്ന ദേശം നൽകി അവിടെ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്റെ ജനം ഓർക്കേണ്ടത്? ഇതാണ് മോശ ദൈവത്തിനു വേണ്ടി തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന്. ടു ലീവ്, ടു മൾട്ടിപ്ലൈ ആൻഡ് ടു പൊസസ്. നിങ്ങൾ ജീവിച്ചിരിക്കണം. ഈ ജീവിച്ചിരിക്കുക എന്നതിന് ജീവൻ ഉണ്ടായിരിക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. ജീവനുള്ളവരെല്ലാം ജീവിക്കുന്നില്ല. മലയാളത്തിൽ തന്നെ ഒരു പറച്ചിലുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയും. അതുകൊണ്ട് ജീവൻ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നു എന്ന് കരുതരുത്. ഒത്തിരി പേരും താമസിക്കുകയാണ്, ജീവിക്കുകയല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഓർക്കണം. മോശ തന്റെ ജനത്തോട് പറയുകയാണ്. സ്വാഭാവികമായും 430 സംവത്സരം അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു ജനം, അവരുടെ ആത്മാഭിമാനം, അവർക്ക് അവരോട് തന്നെയുള്ള ഒരു സ്നേഹം എല്ലാം നഷ്ടപ്പെട്ട് ജീവച്ഛവങ്ങളായ കുറെ മനുഷ്യരാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ദൈവം
വാഗ്ദത്ത നാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയും പെട്ടെന്ന് അവരെ അവിടെ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ രോഗിയായ ഒരാളുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ് ശ്രമിക്കുക. വഴിയിൽ വെറുതെ സമയം നമ്മൾ പാഴാക്കില്ല. ഇതൊരു സാമാന്യ ബുദ്ധിയാണ്. എന്നാൽ ദൈവം ഇവിടെ ചെയ്യുന്നത്, മിസ്രയേമിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള ദൂരം നടന്ന് തീർത്താൽ 1 വർഷം കൊണ്ട് എത്താം. എന്നാൽ 1 വർഷം കൊണ്ട് എത്തേണ്ട ദൂരം ദൈവം നടത്തി തീർക്കുന്നത് 40 വർഷം കൊണ്ടാണ്. എത്രയും പെട്ടെന്ന് കനാൻ നാട്ടിൽ എത്തിക്കേണ്ട ഒരു വലിയ പുരുഷാരത്തെ ദൈവം എന്തിനാണ് ഇങ്ങനെ മനഃപൂർവം വൈകിപ്പിക്കുന്നത്? 1 കൊല്ലം ദൂരമുള്ള ഒരു സ്ഥലം 2 കൊല്ലമോ 10 കൊല്ലമോ എടുത്താൽ മനസ്സിലാക്കാം. പക്ഷേ 40 വർഷം ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു പ്രവൃത്തിയല്ല, ഒരു തരത്തിലും വിശദീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ 1 കൊല്ലം കൊണ്ട് നടന്നു തീർക്കേണ്ട ദൂരം 40 കൊല്ലം കൊണ്ട് ദൈവം നടത്തി തീർക്കുന്നതിന് കൃത്യമായ ഒരു ഉദ്ദേശ്യമുണ്ട്. എന്തായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശ്യമെന്ന് ദൈവം തന്റെ ജനത്തോട് മോശ മുഖാന്തരം വിശദീകരിക്കുകയാണ്. അവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്തിനാണ് ദൈവം മരുഭൂമിയിലൂടെ തന്റെ ജനത്തെ 40 വർഷം നടത്തിയത്? അതിനൊരു കാരണം വേദപുസ്തകം നമ്മോട് പറയുന്നു. ഒന്ന്, നിങ്ങളെ താഴ്ത്തുവാൻ, ടു മേക്ക് യു ഹംബിൾ. അതൊരു വല്ലാത്ത താഴ്ത്ത. 430 കൊല്ലം അടിമയായി കഴിഞ്ഞ ജനങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എന്തോ താഴാനാ? തകർന്നിരിക്കുന്ന ജനമാണ്, ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണവർ. അടികൊണ്ടും അപമാനമേറ്റും ചാട്ടവാറടി കൊണ്ടും നിന്നയേറ്റും 430 കൊല്ലം ജീവിച്ച ജനത്തെക്കുറിച്ച് ദൈവം പറയുക, നിങ്ങളെ 40 കൊല്ലം നടത്തിച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ താഴ്ത്താനാ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കൂടുതൽ എന്ത് താഴാനാ? നമ്മൾ പറയും ചവിട്ടിക്കോ, പക്ഷെ ഭൂമിയോളം ചവിട്ടി താഴ്ത്തരുത്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തെ താഴ്ത്താൻ ആഗ്രഹിക്കുന്നത്? അവരഹങ്കാരികളായതുകൊണ്ടാണോ? അവർക്ക് താഴ്മയില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കാം? ഇവിടെയാണ് ദൈവത്തെ നാം ശരിയായി അറിയേണ്ടത്. 2 തരത്തിലുള്ള താഴ്മയുണ്ട്. ഒന്ന്, അപകർഷതാബോധം കൊണ്ടുള്ള താഴ്മയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പള്ളിയിലൊക്കെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലരെത്ര പറഞ്ഞാലും മുന്നോട്ട് വരത്തില്ല, അവര് പിറകിലിരിക്കും. അത് വിനയം കൊണ്ടാണോ നാണം കൊണ്ടാണോ? നമ്മുടെ കാര്യം വിനയം കൊണ്ടാണ്. അതിന് വിനയമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേര് നിൽക്കുന്ന സമയത്ത് അവരെ മുൻപിൽ വരത്തില്ല, പിറകിൽ എവിടെങ്കിലും നിൽക്കും. അതിന് വിനയമെന്നല്ല പറയുന്നത്. നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുന്നവർ
അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്നവർ, അവർ എത്ര വിളിച്ചാലും അവർ അരങ്ങത്തേക്ക് വരത്തില്ല. അവർ വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെങ്കിലും കാണും. അത് വിനയമല്ല. ചിലരെപ്പോഴും ഇങ്ങനെ തല കുനിച്ചിരിക്കും. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ല. മുൻപോട്ട് വരാത്തതും എപ്പോഴും പിറകിലിരിക്കുന്നതും ആളുകൾ കൂടി വരുമ്പോൾ അരങ്ങത്തു വരാതെ മാറി നിൽക്കുന്നതും വിനയം കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവരെല്ലാം വിനയത്തിന്റെ യൂണിവേഴ്സിറ്റി പഠിച്ചവരാണെന്ന് ധരിക്കണ്ട. അപകർഷതാബോധവും ആത്മനിന്ദയുമുള്ള മനുഷ്യർക്ക് പലപ്പോഴും തല നിവർത്തി നിൽക്കാൻ കഴിയാറില്ല. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് സെൽഫ് പിറ്റി. അവനവനെ കുറിച്ച് മതിപ്പില്ലാതിരിക്കുന്നതിനല്ല വിനയം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ സെൽഫ് പിറ്റി അല്ലെങ്കിൽ ആത്മനിന്ദയെയാണ് വിനയമായി തെറ്റിദ്ധരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനൊക്കെ ചിലപ്പം ചെല്ലാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങ് മടിച്ചു നിൽക്കും. അത് വിനയത്തിൽ നമ്മൾ PhD ഉള്ളതുകൊണ്ടല്ല. ഓ, അവിടെ ചെന്ന എന്തിനാ? അത് സെൽഫ് പിറ്റിയ, അത് വിനയമല്ല. ആത്മവിശ്വാസമില്ലായ്മയല്ല വിനയം. ആത്മാഭിമാനം ഇല്ലായ്മയല്ല വിനയം. ആത്മനിന്ദയല്ല വിനയം. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് വിനയമുണ്ട്, പക്ഷേ അത് ആത്മനിന്ദയിൽ നിന്നുള്ള വിനയമാണ്. കാരണം അവർ അടിമകളായിരുന്നു 430 വർഷം. അതുകൊണ്ട് നിങ്ങളെ താഴ്ത്തുവാൻ ഞാൻ 40 കൊല്ലം മരുഭൂമിയിലൂടെ നടത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വളരെ സൂക്ഷ്മമായി വായിക്കണം. അല്ലാതെ തകർന്നിരിക്കുന്നവനെ, ജീവിതത്തിൽ അടിമകളായി ആട്ടും തുപ്പുമേറ്റ് 430 കൊല്ലം ജീവിച്ച ജനത്തെ വീണ്ടും അടിച്ചു താഴ്ത്താനല്ല. ഇപ്പോഴുള്ള വിനയം മാറ്റി ഒരു പുതിയ സൈസ് വിനയം ഉണ്ടാവണം. ആത്മനിന്ദയുടെ സ്ഥാനത്ത് ആത്മാഭിമാനത്തിൽ നിന്ന് ഉള്ള വിനയമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അടിമയ്ക്ക് ചേർന്നതല്ല, മക്കൾക്ക് ചേർന്ന താഴ്മയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിലെ ഒരു അനുഗ്രഹീത എഴുത്തുകാരനാണ് M. മുകുന്ദൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭാഷോ ബുക്സ് പ്രസിദ്ധീകരിച്ചാണ് കോഴിക്കോട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വലിയ രസമാണ്. ഓർമ്മകളിലേക്ക് മടങ്ങി വരുന്നവർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായ OV വിജയനെ കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. M. മുകുന്ദനും OV വിജയനും VKN ഒക്കെ MP നാരായണപിള്ളയും ഒക്കെ ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രപതി ഒരു ഓണസദ്യക്ക് ഇവരെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും പോകാൻ തീരുമാനിച്ചു. പക്ഷെ OV വിജയൻ മാത്രം പോകില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ വലിയ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പോകുന്നത് അദ്ദേഹത്തിന് നാണോ. ഇന്ദ്രപ്രസ്ഥത്തെ വിറപ്പിച്ച കാർട്ടൂണിസ്റ്റാണ് മുകുന്ദൻ, OV വിജയൻ. പക്ഷേ രാഷ്ട്രപതിയോ അതുപോലെയുള്ള ആളുകളൊക്കെ ക്ഷണിച്ചാൽ അത്തരം ചടങ്ങിൽ പോകാൻ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല. അത് വിനയം കൊണ്ടല്ല, ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്.
ദൈവം തൻ്റെ ജനത്തെ താഴ്ത്തുകയാണ്. തകർന്നിരിക്കുന്നവനെ വീണ്ടും തകർക്കാനല്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള വിനയം എന്നത് ഒരു തരം അപകർഷതാബോധമാണ്. 430 കൊല്ലം അടിമയായി കഴിഞ്ഞതിൻ്റെ ഒരു അടിമത്ത മനോഭാവമാണ് നിങ്ങളുടെ മനസ്സിൽ. ഫറവോന്റെ ഇഷ്ടകച്ചൂളകളിൽ ഈയാമ്പാറ്റകളെ പോലെ ചത്തുവീണ പൂർവികരുടെ മക്കളായതിന്റെ ഒരു ആത്മനിന്ദ പേറി ജീവിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ താഴ്ത്തുന്നത് ആത്മനിന്ദയിൽ ജീവിക്കാനല്ല, ആത്മാഭിമാനത്തോടെ ജീവിക്കാനാണ്. ഫ്രം സെൽഫ് പിറ്റി ടു സെൽഫ് എസ്റ്റീം. നമ്മൾ ദൈവമക്കളാണ്. ഒരു ദൈവ പൈതൽ എപ്പോഴും തല ഉയർത്തി ജീവിക്കണം. അല്ലാതെ പമ്മി 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 പോക്കറ്റടിക്കാരൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാര്യമില്ല. അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പമ്മി നിന്നാ മതി. ഈ പമ്മി നിൽക്കുന്നതാണ് വിനയമെന്ന് എങ്ങനെയോ നമ്മൾ ധരിച്ചു വശായിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരു അപകർഷതാബോധമല്ല, ആത്മാഭിമാനമില്ലായ്മയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. അടിമയുടെ താഴ്മയല്ല, മക്കൾക്ക് ചേർന്ന താഴ്മയാണ്. അത് പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാനുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? 40 കൊല്ലം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തി.